ഹലോ ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ലോകത്തെ ആദ്യത്തെ കാർഷിക തീം പാർക്ക് എന്നറിയപ്പെടുന്ന മാംഗോ മെഡൗസിനെ പറ്റിയിട്ടാണ് കേട്ടോ. NK കുര്യൻ സ്ഥാപിച്ച ഈ പാർക്ക് പ്രകൃതി വിദ്യാഭ്യാസം, പരിസ്ഥിതി സംരക്ഷണം, മലിനീകരണരഹിത വിനോദയാത്ര എന്നിവ ലക്ഷ്യമിട്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ പാർക്കിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിലുള്ള കടുത്തുരുത്തിക്കടുത്തുള്ള അയംകുടി എന്ന സ്ഥലത്താണ്. 30 ഏക്കർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ലോകത്തിലെ ആദ്യത്തെ കാർഷിക തീം പാർക്കാണ് മാംഗോ മെഡൗസ്. 4500-ലധികം ഇനം പ്ലാന്റ്സും ട്രീസും ഇവിടെയുണ്ട്. ലോകത്തിലെ ഏറ്റവും ജൈവവൈവിധ്യമുള്ള ഭൂപ്രദേശങ്ങളിലൊന്നാണ് മാംഗോ മെഡൗസ്. ഇതിനു പുറമെ ഈ പാർക്കിൽ 22 കോട്ടേജുകൾ ഉണ്ട്. മാംഗോ കോട്ടേജ്, പാഡി പ്രീമിയം റൂംസ് തുടങ്ങി വ്യത്യസ്ത തരം കോട്ടേജുകളുണ്ട്. 1900 കൂടുതൽ ഔഷധ സസ്യങ്ങളും അതുപോലെ തന്നെ 700-ൽ പരം മരങ്ങളും മാങ്ങയുടെ തന്നെ 101 തരം ഇനങ്ങളും ഉൾപ്പെട്ട പ്ലാന്റ്സിൻ്റെ ഒരു വലിയ ശേഖരം തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും. അങ്ങനെ പ്രകൃതി കാണാൻ മാത്രമല്ല കേട്ടോ, നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസും അവൈലബിൾ ആണ്. ഫിഷിംഗ്, ബോട്ടിംഗ്, സ്വിമ്മിംഗ്, സൈക്ലിംഗ്, അതുപോലെ 600 കിലോമീറ്റർ നടത്തം, അതും പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് വന്നിട്ട് ഈഡൻ ഗാർഡൻ, പിന്നെ സ്റ്റാർസിൻ്റെ പലതരം ട്രീസ്, പിന്നെ 5 ഏക്കർ പച്ചക്കറി കൃഷി, പിന്നെ നമുക്ക് ലൈവായിട്ട് കയറെങ്ങനെയാണ് പിരിക്കുന്നത്, കയറെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ കാണാൻ പറ്റും. നമുക്കും വേണമെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഇത് കണ്ടു നിൽക്കാനായിട്ട് നല്ല ഭംഗിയാണ്. നമ്മുടെ ഈ ഡെയിലി ലൈഫിൽ നമ്മൾ ചുറ്റും നോക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്താണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ നഗരത്തിലേക്ക് ഇറങ്ങിയാലും ഗ്രാമത്തിലേക്ക് ഇറങ്ങിയാലൊക്കെ നമ്മൾ കാണുന്നത് ഈ കെട്ടിടങ്ങളും ആളുകളും കടകൾ അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇങ്ങനത്തെ ഒരു പ്ലേസ് നമ്മളെ വളരെയധികം ഒരു കാം സിറ്റുവേഷനിൽ എത്തിക്കും. പ്രകൃതിയോട് സ്നേഹമുള്ളവർ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് കേട്ടോ മാംഗോ മെഡൗസ്. പിന്നെ ഇവിടെ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, ഇതെന്ത് മരമാണ് അല്ലെങ്കിൽ ഇതെന്ത് ചെടിയാണ്, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട് നമ്മുടെ ഒപ്പം ഒരു ഗൈഡും ഉണ്ടാവും. അപ്പോൾ ആ ഗൈഡ് നമുക്ക് ഓരോ ട്രീസിനെ പറ്റിയിട്ടാണെങ്കിലും ഓരോ ചെടികളെ പറ്റിയിട്ടാണെങ്കിലും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. എന്താണ് ഇത്, എന്ത് ചെടിയാണ്, എന്ത് മരമാണ്, എന്തിനാണ് യൂസ് ചെയ്യുന്നത്, എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അതുപോലെ തന്നെ ഇതേ കളിമണ്ണ് കൊണ്ട് നമുക്ക് കല്ലം ഉണ്ടാക്കാൻ പറ്റും. അതൊക്കെ നമുക്ക് കാണുകയും ചെയ്യാം, അതുപോലെ ലൈവായിട്ട് നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാനും സാധിക്കും. ഇതൊക്കെയാണ് നമ്മളെ പ്രകൃതിയോട് കൂടുതൽ അറ്റാച്ച്മെൻ്റ് ആക്കുന്ന ഒരു ഇങ്ങനത്തെ ഒരു പാർക്ക് വേറെ ഇല്ലെന്ന് തന്നെ പറയാം. നമ്മളിവിടെ രാവിലെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സമയം, അവിടുത്തെ ആ ക്ലോസിങ് സമയം ആവുന്നവരെ നമ്മൾ സമയം പോണത് അറിയേയില്ല. അവർ പറയുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് അയ്യോ സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഞങ്ങളവിടെ പോയപ്പോൾ ഞങ്ങൾ സമയം പോയത് അറിഞ്ഞേയില്ല. ഒത്തിരി സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെ ഞങ്ങൾ കയറിക്കഴിഞ്ഞ് ഒരു വൈകുന്നേരമാണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുവരെ അവിടെ ചുറ്റും നടന്ന് എല്ലാം കാണുകയും ചെയ്തു, അതുപോലെ തന്നെ ആക്ടിവിറ്റീസ് ചെയ്യുകയും ചെയ്തു. അവിടെ പെഡൽ ബോട്ടിങ്, ഫിഷിങ് അതെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബോട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു, അതുപോലെ കുട്ടവഞ്ചി, അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്കാണെങ്കിൽ സെപ്പറേറ്റ് പാർക്ക് ഉണ്ട്. ഒരേ സമയം തന്നെ നമുക്ക് കാഴ്ചകൾ കാണാനും ആക്ടിവിറ്റി ചെയ്യാനും ഒന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കാനൊക്കെ പറ്റുന്ന ഏക സ്പോട്ടാണ് ഇത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതാണ് ഞാനിത് ലോങ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ഓൾറെഡി ഞാനിത് ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൽ എനിക്ക് എല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് ലോങ് വീഡിയോ ആക്കി ഇടുന്നതാണ്. അപ്പോൾ നമുക്കിങ്ങനെ നടന്ന് കാണാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്, ഇപ്പോൾ പ്രായമായവർ അല്ലെങ്കിൽ കാലിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള, അങ്ങനെ നടന്ന് കാണാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അവിടെ പലതരത്തിലുള്ള വാഹനങ്ങളുണ്ട്. ഇതുപോലത്തെ ഓട്ടോറിക്ഷകളൊക്കെ ഉണ്ട്, അതുപോലെ ട്രെയിൻ ഉണ്ട്. നമുക്ക് ഏത് മുഖേനയും നമുക്കിത് വിസിറ്റ് ചെയ്യാം. നടന്ന് കാണണമെങ്കിൽ നടന്ന് കാണാം, അല്ലെങ്കിൽ ഇതുപോലെയുള്ള വണ്ടികളിൽ കയറി കാണാം. അപ്പോൾ നമുക്ക് ആ കാഴ്ച കാണാനായിട്ട് നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. എങ്ങനെ വേണമെങ്കിലും നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും. ശരിക്കും നമ്മൾ പ്രകൃതിയോട് ഇണങ്ങുന്ന പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മൾ ചുറ്റും നോക്കുകയാണെങ്കിൽ ഇപ്പം നടന്നു പോകുന്ന വഴികളിൽ ഒന്നും തന്നെ ട്രീസോ പ്ലാന്റ്സോ ഇല്ലാത്ത ഏരിയയേ ഇല്ല. പോകുന്ന വഴിക്കെല്ലാം നമുക്ക് കാണാൻ പറ്റും. ചുറ്റും പ്ലാന്റ്സും ട്രീസും ഒക്കെയാണുള്ളത്. അതുപോലെ അനിമൽസ് ഉണ്ട്, ബേർഡ്സ് ഉണ്ട്, പിന്നെ ഫിഷസ് ഉണ്ട്. പലതരത്തിലുള്ള ഫിഷസ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ മൃഗങ്ങളാണെങ്കിലും സാധാരണ പശു തൊട്ട് എല്ലാത്തരം മൃഗങ്ങളും ഉണ്ട്. പിന്നെ അവിടെ തന്നെ നമുക്ക് ഹോട്ടൽസും അവൈലബിൾ ആണ് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കൊന്ന് സമയമാകുമ്പോൾ അവർ നമുക്കൊരു ടോക്കൺ തരും. നമുക്ക് കഴിക്കേണ്ട സമയം ആകുമ്പോൾ അവർ പറയും. കാരണം ഒത്തിരി തിരക്കുള്ള കാരണം നമുക്ക് കഴിക്കാൻ പോകുമ്പോൾ അവിടെ സീറ്റ് ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ഓൾറെഡി നമുക്കൊരു ടോക്കൺ തരും. അപ്പോൾ ആ സമയമാകുമ്പോൾ നമ്മളവിടെ ചെല്ലണം. അപ്പോൾ നമ്മുടെ സീറ്റൊക്കെ അവിടെ റിസർവ് ആയിരിക്കും. അപ്പോൾ നമുക്കവർ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നില്ല. ഇപ്പോൾ കാഴ്ച കാണാനാണെങ്കിലും ഫുഡ് കഴിക്കാനാണെങ്കിലും നമുക്കെല്ലാം അവർ സപ്പോർട്ടീവായിട്ടുള്ളൊരു സിസ്റ്റം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതേ കണ്ട ഫിഷസ് ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ വലിയൊരു അക്വേറിയത്തിനുള്ളിലാണ് ഫിഷസിനെ ഇട്ടിരിക്കുന്നത്.
ഇവിടുത്തെ ഈ യാത്രകളും കാഴ്ചകളും നമുക്ക് ഈ ഒരു വീഡിയോ കൂടെ പറഞ്ഞ് അങ്ങനെ ഫലിപ്പിക്കാൻ സാധിക്കില്ല. നേരിട്ട് നിങ്ങളിത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.